റഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സർഗപേമാരി പെയ്തിറങ്ങുന്ന ഫലീസയുടെ സുന്ദര മുഹൂർത്തത്തിൽ ഞാൻ നിങ്ങളുമായി സംവദിക്കാൻ ഉദ്ദേശിക്കുന്നത് മുസ്ലിമിന്റെ സാമൂഹിക ഉത്തരവാദിത്വം എന്ന കാലിക പ്രസക്തമായ വിഷയത്തെക്കുറിച്ചാണ്. പരിശുദ്ധവാനായ അല്ലാഹു സുബ്ഹാനഹു വ തആല തന്റെ സൃഷ്ടികളുടെ ഉന്നമനം നിലനിർത്താൻ വേണ്ടി സംവിധാനിച്ചതാണ് പരിശുദ്ധ ദീനുൽ ഇസ്ലാം. ഒരു മുസ്ലിമിന് തന്റെ വ്യക്തി ജീവിതത്തിലും സാമൂഹിക ജീവിതത്തിലും ഇസ്ലാമിക ആശയങ്ങൾ മുറുകെ പിടിക്കൽ നിർബന്ധമാണ്. തന്റെ കുടുംബത്തിന്റെ പശ്ചാത്തലവും സമൂഹത്തിന്റെ പശ്ചാത്തലവും മുന്നിൽ കണ്ട് കുടുംബത്തിന്റെ പശ്ചാത്തലവും മനസ്സിലാക്കി കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോഴാണ് ഒരു മുസ്ലിമിന്റെ സുപ്രധാന ദൗത്യം പൂർത്തിയാകുന്നത്. തന്റെ മതത്തിൽ അധിഷ്ഠിതമായി തന്റെ സഹജീവികളെ അല്ലെങ്കിൽ തന്റെ സഹവർത്തിത്വ ഘടകങ്ങളെ ജീവിതത്തിന്റെ മുഖ്യധാരയിലേക്ക് കൈപിടിച്ച് കൊണ്ടുവരുമ്പോഴാണ് ഒരു മുസ്ലിമിന്റെ ഉത്തരവാദിത്വം പൂർത്തിയാകുന്നത്. ഇസ്ലാമിൽ സാമൂഹിക ഉന്നമനം നേരിൽ കണ്ട് ഒരുപാട് വ്യവസ്ഥകൾ വിശ്വാസികൾക്ക് വെച്ചു കൊടുക്കുന്നുണ്ട്. അതിൽ പ്രധാനമായ ഒരു കാര്യമാണ് ഇസ്ലാമിക സക്കാത്ത് വ്യവസ്ഥ. ഓരോ വ്യക്തിയും തന്റെ സമ്പത്തിലെ ഒരു നിശ്ചിത തുക അല്ലെങ്കിൽ പകരമെന്തെങ്കിലും സാമ്പത്തിക ഭദ്രതയില്ലാത്ത വിഭാഗങ്ങൾക്ക് നൽകുക എന്നത്. അതുപോലെ തന്നെ ഇസ്ലാമിന്റെ തുടക്കകാലത്തും കുറച്ചങ്ങോട്ട് നിലനിന്നിരുന്ന ഖിലാഫത്ത് പ്രസ്ഥാനം ആ കാലഘട്ടത്തിൽ ബൈത്തുൽ മാൽ എന്ന വ്യവസ്ഥയിൽ നിലനിന്നിരുന്നു. അന്ന് മക്ക പ്രദേശം തീർത്തും ദരിദ്രമുക്തമായിരുന്നുവെന്ന് നമുക്ക് പല ചരിത്രകൃതികളിൽ നിന്നും നമുക്ക് വായിച്ചെടുക്കാവുന്നതാണ്. പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൻ നഹ്ലിന്റെ 90-ാം ആയത്തിൽ അല്ലാഹു നമ്മോട് ഉണർത്തുന്നത് കാണാം, ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ലി വൽ ഇഹ്സാൻ. നിശ്ചയമായും അള്ളാഹു നീതി ചെയ്യൽ കൊണ്ടും ഗുണം ചെയ്യൽ കൊണ്ടും കൽപ്പിച്ചിരിക്കുന്നു എന്നത്. ഉത്തരവാദിത്തങ്ങളെ മറന്ന് നൂതനാശയങ്ങളെ മുറുകെ പിടിക്കുന്ന ലിബറലിസത്തിന്റെ പിന്നാലെ പോകുന്ന ഈ കെട്ടകാലത്ത് ഇസ്ലാമിന്റെ ഉത്തരവാദിത്ത പ്രത്യയശാസ്ത്രം കൂടുതൽ ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ട്. ഭർത്താവ് ഭാര്യയോടും ഭാര്യ ഭർത്താവിനോടും മാതാപിതാക്കൾ മക്കളോടും മക്കൾ തിരിച്ചും നിർവഹിക്കേണ്ട ഉത്തരവാദിത്തങ്ങൾ ഇസ്ലാം നിഷ്കർഷിക്കുന്നുണ്ട്. ഉത്തരവാദിത്ത വൈരുദ്ധ്യ കാര്യങ്ങളിൽ ആനന്ദം കണ്ടെത്തുന്ന ചൂക്കിയ ജനറേഷൻ മനസ്സിലാക്കാത്തത് ഉത്തരവാദിത്തത്തിന്റെ സാംസ്കാരികതയെ ഉന്നതിയിലെത്തിക്കുന്ന ഘടകമാണെന്നതാണ്. ഇന്നത്തെ തലമുറയിൽ ഉമ്മയേതെന്നും ഉപ്പയേതെന്നും തിരിച്ചറിയാത്ത വിധം അരാജകത്വ വിഷയങ്ങൾ പടർന്നു പിടിക്കുകയാണ്. ഇത്തരത്തിൽ പടർന്നു പിടിക്കുന്ന വ്യാധികൾക്ക് ഇസ്ലാം മാത്രമാണ് പരിഹാരം. കാരണം ഇത്തരം അല്ലെങ്കിൽ ഇതിലും അധികം ആശയങ്ങളെ മറന്ന ഒരു സമൂഹത്തിലേക്കാണ് ഇസ്ലാം കടന്നു വരുന്നത്. അതുപോലെ തന്നെ ഇസ്ലാമിന്റെ സാമൂഹിക ഉത്തരവാദിത്വത്തിൽ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. വാക്കുകൾക്ക് വിട. ശ്രോതാക്കൾക്ക് നന്ദി. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.